ഇന്ത്യയിലെ വൺ ഓഫ് ദി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് മേജർ വാട്ടർ ഡിവൈഡ് വെസ്റ്റേൺ ഗാട്ട് അഥവാ പശ്ചിമഘട്ടം. ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റായി നിലകൊള്ളുന്ന മലനിരകളാണ് വെസ്റ്റേൺ ഗാട്ട്. പലരും അതൊരു മടക്ക് പർവ്വതമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അതൊരു ഫോൾഡ് മൗണ്ടൻ അല്ല, മറിച്ച് അതൊരു എസ്കാർപ്മെന്റ് ആണ്. ഇന്ത്യൻ പ്ലേറ്റ് ഗോണ്ട്വാന ലാൻഡിൽ നിന്ന് വിട്ടുമാറിയ സമയത്ത് രൂപപ്പെട്ട പർവ്വതനിര. ഇന്ത്യയിൽ ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു മലനിരകൾ 6 സംസ്ഥാനങ്ങളിലായി നിലകൊള്ളുന്നു: ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ആൻഡ് തമിഴ്നാടു. 1600 കിലോമീറ്റർ നീളം വരുന്ന ഈ മലനിരകളുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്റേഴ്സ് ടു 1600 മീറ്റേഴ്സ് വരെയാണ്. ഈസ്റ്റേൺ ഗാട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറയുന്നത് തുടർച്ചയായ മലനിരകളാണ്. മാത്രമല്ല, ഈസ്റ്റേൺ ഗാട്ടിനേക്കാളും ഉയരം കൂടിയ മലനിരകൾ കൂടെയാണ് വെസ്റ്റേൺ ഗാട്ട്. വെസ്റ്റേൺ ഗാട്ടിൽ പ്രധാനമായും നിലകൊള്ളുന്ന 3 മൗണ്ടൻ പാസസ് ആണ് മഹാരാഷ്ട്രയിലായി സ്ഥിതി ചെയ്യുന്ന താൽഗഡ് ആൻഡ് ബോർഗഡ്, അതുപോലെ തന്നെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന വെസ്റ്റേൺ ഗാട്ടിലെ ഏറ്റവും വലിയ മൗണ്ടൻ പാസ് ആയ പാലക്കാട് ഗ്യാപ്പ്. പെനിൻസുലാർ ഇന്ത്യയുടെ ഭാഗമായ വെസ്റ്റേൺ ഗാട്ടിലെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ആനമുടിയാണ്. സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് കേരളത്തിലായി സ്ഥിതി ചെയ്യുന്ന മീശപ്പുലിമലയാണ്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ വെസ്റ്റേൺ ഗാട്ടിന്റെ ഭാഗമായി നാഷണൽ പാർക്കുകളും ഉൾപ്പെടുന്നു. കേരളത്തിൽ നിന്ന് ഇരവികുളം സൈലന്റ് വാലി നാഷണൽ പാർക്കുകൾ, തമിഴ്നാട്ടിൽ നിന്ന് മുഗുർത്തി നാഷണൽ പാർക്ക്, ഇനി കർണാടകയുടെ ഭാഗമായ നാഗർഹോളെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, മഹാരാഷ്ട്രയുടെ ഭാഗമായ ചന്ദോളി നാഷണൽ പാർക്ക്, ഇവയെല്ലാം ഈ ഒരു വെസ്റ്റേൺ ഗാട്ടിന്റെ ഭാഗമാണ്. ഒരു മേജർ വാട്ടർ ഡിവൈഡ് ആണ് വെസ്റ്റേൺ ഗാട്ട് എന്ന് പറയുമ്പോഴും പെനിൻസുലാർ ഇന്ത്യയിലെ മോസ്റ്റ് ഓഫ് ദ റിവേഴ്സും ഉത്ഭവിക്കുന്നത് ഇതേ വെസ്റ്റേൺ ഗാട്ടിൽ നിന്നാണ്. വെസ്റ്റേൺ ഗാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് വെസ്റ്റിലോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് മാന്തോവി, സുവാരി, നേത്രാവതി, ഭാരതപ്പുഴ ആൻഡ് പെരിയാർ. അതുപോലെ തന്നെ ഈസ്റ്റിലോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് കൃഷ്ണ, ഗോദാവരി, കാവേരി പോലുള്ള നദികൾ. വെസ്റ്റേൺ ഗാട്ടും ഈസ്റ്റേൺ ഗാട്ടുമായി സംഗമിക്കുന്ന സ്ഥലമാണ് നീലഗിരി മലകൾ. ഈ നീലഗിരി മലകൾ കേരള, തമിഴ്നാടു, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇത്രയും ജൈവ വൈവിധ്യം കൊണ്ടും അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സ് കൊണ്ടും റിച്ചായ ഈ ഒരു വെസ്റ്റേൺ ഗാട്ട് മലനിരകൾക്ക് ഇന്ത്യയുടെയും കേരളത്തിന്റെയും കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിലും വലിയൊരു പങ്കുണ്ട്. ഈ പശ്ചിമഘട്ട മലനിരകളാണ് നമ്മുടെ അറബിക്കടലിൽ നിന്ന് വരുന്ന മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി വെസ്റ്റ് കോസ്റ്റിൽ മുഴുവനായി മഴ പെയ്യിക്കുന്നത്. കേരളത്തിലെ മഴക്കാലം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതും ഇതേ വെസ്റ്റേൺ ഗാട്ട്സ് തന്നെ. അതേസമയം തന്നെ വെസ്റ്റേൺ ഗാട്ട്സിന്റെ ഈസ്റ്റിലായി കിടക്കുന്ന തമിഴ്നാട് ഭാഗത്ത് ഇതൊരു ഉഷ്ണമേഖലാ പ്രദേശം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഈ വെസ്റ്റേൺ ഗാട്ട്സ് ഇന്ന് പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. നമ്മുടെ കൃഷിയുടെ വ്യാപനത്തിന്റെ ഭാഗമായും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന്റെ ഭാഗമായും ഈ മലനിരകൾ ഇന്ന് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഹാബിറ്റാറ്റ് ലോസും ഡീഫോറസ്റ്റേഷനും ഈ മേഖലയിൽ നമുക്ക് കാണാം. പശ്ചിമഘട്ടം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് മൈനിങ് ആൻഡ് ക്വാറിയിങ്. മാത്രമല്ല, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളും ഹില്ലി ഹൈവേസിന്റെ വ്യാപനവും ഡെവലപ്മെന്റും എല്ലാം ഈ മലനിരകളെ വളരെയധികം നശിപ്പിക്കുന്നതായി നമുക്ക് കാണാം. ഈ മലനിരകളുടെ സംരക്ഷണത്തിനായി പല കമ്മിറ്റികളും നിലവിൽ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് 2010 നിലവിൽ വന്ന മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ എൻറ്റയർ വെസ്റ്റേൺ ഗാട്ട് ഏരിയ എക്കോ സെൻസിറ്റീവ് ഏരിയയായി പ്രഖ്യാപിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് 2012 മറ്റൊരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ആ ഒരു കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ഇതിനുശേഷം കേരള ഗവൺമെന്റ് ഈ ഒരു പശ്ചിമഘട്ട മലനിരകൾക്കായി കൊണ്ടുവന്ന കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഈ കമ്മിറ്റി റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറയുന്നത് പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും കാലാവസ്ഥയിലും ജലസ്രോതസ്സുകളിലും അതുപോലെ തന്നെ ജൈവ വൈവിധ്യത്തിലും സംഭാവന ചെയ്യുന്ന ഈ വെസ്റ്റേൺ ഗാട്ട് നമ്മളാൽ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനായി നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്താം.